ஹலோ கைஸ், வெல்கம் பேக் டு அவர் சேனல். இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம நுணக்கிளி மூவில வந்து பார்த்தீங்கன்னா சீன் 3 தான் இன்னைக்கு வந்து நம்ம ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 1, சீன் 2 நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக விசிட் பண்ணி பாருங்க. அதில் வந்து பார்த்தீங்கன்னா சீன் 2ல வந்து பார்த்தீங்கன்னா லாஸ்ட்டாக வந்து பார்த்தீங்கன்னா அவரோட லேப்டாப் வந்து மிஸ் பண்ணியிருப்பாரு. அவரோட அந்த லேடி வீட்டில் வந்து பார்த்தீங்கன்னா வந்து சாரி, அது வந்து லேப்டாப் தேடி வந்து போவார். அதை வந்து பார்த்தீங்கன்னா நம்ம சித்திக் சாரோட அப்பார்ட்மெண்ட்ல தான் இது வீட்டில் இருக்குது அப்படின்னு சொல்லிட்டு அது வந்து தேட போவார். அங்கே பார்த்தீங்கன்னா ஒரு பிரச்சனை ஆயிரும். ஒரு லேடி வந்து பார்த்தீங்கன்னா வந்து விஷத்த கலந்து வந்து பார்த்தீங்கன்னா குடிக்க போவாங்க. அந்த வீட்டுக்குள்ள இவர் போவார். அதோட வந்து பார்த்தீங்கன்னா அதை நம்ம கட் பண்ணியிருப்போம். அடுத்து என்ன சீன் வருது அப்படின்னு சொல்லிட்டு நம்ம இந்த வீடியோ பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ள போகிறதுக்கு முன்னாடி நீங்கள் நேரம் நம்ம சேனல் வந்து சப்ஸ்கிரைப் பண்ணால் கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணுங்கள். இப்போ வாங்க வீடியோக்குள்ளே போகலாம். ചേട്ടാ ஐயோ போச்சு அந்த விஷம் கலந்த சரக்கு. ஐயோ 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 ആരുടെ രശ്മിത രഞ്ജിത്ത് കാണാനൊക്കെ കൊള്ളാം. സിസ്റ്റം ലിസ്റ്റ് ഇൻഫോ സൊല്യൂഷൻ ഇൻഫോ വർക്ക് എന്താണ് ലിസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ട കൂതറ ബ്രാൻഡിങ്ങിൽ അടിക്കുന്നത്. വിക്ടോറിയ ഒരെണ്ണം അടിച്ചേക്കാം. ஐயோ கால் வந்துட்டாங்க. ஐயோ ஓ ஸ்க்ரூ டிரைவர் குத்திருச்சு. ஐயோ போச்சு. ஐயோ പേടിയുണ്ട് അല്ല രഞ്ജി? നീ എന്തിനാ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നത്? ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞല്ലാതെ ഞാൻ എന്ത് ചെയ്തിട്ടാ? ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ ആ ഡോക്ടറെ കൊണ്ട് കോടതിയിൽ ഞാൻ ഡ്രങ്കാണെന്ന് പറയിപ്പിച്ച്? ഡിവോഴ്സ് അല്ലെന്ന് പറഞ്ഞതിന്റെ വാശി തീർത്തായിരിക്കും അല്ലേ? വാശിയാണെങ്കിൽ എനിക്കുണ്ട്. നമുക്ക് ഒത്തുപോകാൻ പറ്റത്തുണ്ടല്ലോ പിരിയാന്ന് പറഞ്ഞു. അപ്പൊ നീ സമ്മതിച്ചോ? ഒത്തുപോകാൻ പറ്റുന്നത് നമുക്കല്ല, രഞ്ജിയുടെ വീട്ടുകാർക്കാണ്. നിങ്ങൾ ജാതിയിലെ ചായ കോംപ്ലക്സ് കയറി വളർന്നപ്പം ഈഗോ ഹെട്ടായി അത് വഴക്കായി. ഞാൻ എന്റെ വീട്ടുകാരെ സന്റോപ്പ് ഇറങ്ങി വന്നാലേ എന്നിട്ട് അതുപോലെ പറഞ്ഞ് താനും അവരോടൊപ്പം കൂടി എല്ലാവരോടും പറഞ്ഞിട്ടല്ലേ 1 lakh സാലറി ഉണ്ടായിരുന്ന ഐപ്രോയിൽ എന്റെ ജോലി ഞാൻ വേണ്ടെന്ന് വെച്ചത്. ഇപ്പോഴേ വെറും 30,000 രൂപ എന്റെ ശമ്പളം. നിങ്ങളുടെ വാശിയിൽ എന്റെ കരിയർ നശിച്ചു. വാശിയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു, എനിക്ക് മാത്രമല്ല. മുഴുവൻ കുട്ടി എന്റെ തല കെട്ടിവെക്കാൻ നോക്കട്ടെ ലക്ഷ്മി. ആഹാ, എന്റെ വാശി പോയി കുറവുള്ളൂ തന്നെ വിചാരിച്ചോ? എന്നെ ഇൻസൾട്ട് ചെയ്ത് ഞാൻ തിരിച്ച് എന്തെങ്കിലും ചെയ്യണ്ടേ? അതാ തന്റെ പേര് എഴുതി ഞാൻ സൂസൈഡ് തീരുമാനിച്ചത്. നീ എന്താ ലക്ഷ്മി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റുന്ന അപമാനമല്ല ഇന്ന് കോടതിയിലുണ്ടായത്. മരിച്ചു പോയാൽ മതി. അയ്യോ രശ്മി, സോറി സോറി സോറി. അതൊക്കെ ആ വക്കീലിന്റെ കുരുട്ട് ബുദ്ധി കൊണ്ട് സംഭവിച്ചതാ, അല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടല്ല. ഞാനിപ്പോ വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട. നമ്മൾ രണ്ടും ഒരുമിച്ചൊന്നും സംസാരിച്ചാൽ ശരിയാവാനുള്ളതേ ഉള്ളല്ലോ. ഇനിയൊന്നും പഴയ പോലെ இப்போதைக்கு முடிக்க மாட்டாங்களாட்டு. രശ്മി, എന്താ നിന്റെ പ്രശ്നം? എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. ഞാനിന്ന് ദേവന്റെ ക്ലിനിക്കിൽ പോയിരുന്നു. എന്നിട്ട് ദേവനെ കൊന്നു. ஐயோ രശ്മി കാണിച്ചു കൂട്ടി. എനിക്കിതൊന്നും ഫേസ് ചെയ്യാൻ വയ്യ രഞ്ജി.
ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ പോവാ. രശ്മി നീ അബദ്ധമൊന്നും കാണിക്കല്ലേ. ഞാനിപ്പോ ക്ലിനിക് വരെ പോയി നോക്കാം. വെറുതെ നിനക്ക് ടെൻഷൻ തോന്നിയായിരിക്കും. ഒന്നും ഉണ്ടാവില്ല. നീ അങ്ങോട്ട് പോകുന്ന ആരെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. അവന്റെ ക്ലിനിക്ക് CCTV ഇല്ല. നീ പേടിക്കരുത്. ഞാൻ കൂടെ ഉണ്ട്. ஐயோ இது வேற உயிர் போயிட்டு இருக்கு. എന്തൊരു പരിവേഷം. ദൈവമേ, ഇതിലും ഭേദം വല്ല വിഷവും കലക്കി കുടിക്കുമായിരുന്നു. എനിക്കിപ്പോ ധൈര്യമായി. എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അയ്യോ ഉണ്ട് കൂടെ തന്നെ ഉണ്ട്. വിളിക്കാൻ വൈകിയിരുന്നേ ഇപ്പൊ എല്ലാം കഴിഞ്ഞേനെ. ഞാൻ ഡ്രിങ്ക്സിൽ പോയിസൺ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ക്ലിനിക്കിൽ ചെന്നിട്ട് ஐயோ போச்சு. മാനേജർ ഡയറക്ടർ എബി സക്കറിയ പുഴുകുന്നൽ ഗ്രൂപ്പ് ഓഫ് ട്രാവൽസ് പുഴുകുന്നൽ എസ്റ്റേറ്റ്സ് ഇതിന്റെ എല്ലാം മാനേജർ ഡയറക്ടർ എബി സക്കറിയ. ഞാനാണ് മാഡം. ഇതെല്ലാം എന്റെ എടുക്കണം. ഞാൻ ശരിക്കും എംഡിയാണ് മാഡം. പ്ലീസ് ചെക്ക് ചെയ്ത് നോക്ക്. മോഷ്ടിക്കാനുള്ളത് താനെന്തിനാ ഇവിടെ കയറിയത്? ഒരു MD എന്തിനാ പാത്ത് മതിങ്ങി ഫ്ലാറ്റിൽ കയറുന്നേ? അത് വേറെ എന്തെങ്കിലും പരിപാടിയാണോ? ഇല്ല മാഡം, മാഡം ഒന്ന് വിശ്വസിക്കും. ഞാൻ അബദ്ധത്തിൽ വന്ന് കയറിയത്. അതിന്റെ ആ വെപ്രാണത്തിൽ മാഡം വെച്ചിരുന്ന ഡ്രിങ്ക് ആയിരുന്നു കുടിച്ചു. വേറെ ഒന്നും ചെയ്തിട്ടില്ല മാഡം. അപ്പോഴാണ് നീ കളഞ്ഞതോ? ഞാൻ തന്നെ വിശ്വസിച്ചത് മാഡം. Oh God. മാഡം ടെൻഷൻ അല്ലേ? ഞാൻ പോയിക്കോളാം. റിലാക്സ്. ടെൻഷൻ അല്ലേ? പ്ലീസ് ഞാൻ പോയിക്കോളാം. ஐயோ താൻ പോകുന്നില്ലേ? താനെന്തിനാ തിരിച്ചു വരുന്നേ? പോകുന്നില്ലേ? കളയാൻ തപ്പി കിടക്കുന്ന ആൾക്കാരെ കൈക്കിട്ടേ ശരിയായി കളയും. മാഡം എങ്ങനെയെങ്കിലും എന്റെ ആശുപത്രിയിൽ എത്തിക്കണം. എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല. താൻ എങ്ങനെയെങ്കിലും പോ. ഞാൻ ഇപ്പൊ അവരെ വിളിച്ചു വരുത്തും. അതൊക്കെ വലിയ ഒരുമാലോ. അവരൊന്ന് ഈ വിഷം എന്റെ ഉള്ളിൽ എങ്ങനെ എത്തിന്ന് വെച്ചാൽ ഞാനെന്ന് മറുപടി പറയും. മാഡം എന്ന് മറുപടി പറയും. അവര് പല കഥകളും ഉണ്ടാക്കും. ആരാ വിളിക്കാൻ പോവാ? എന്റെ ഹസ്ബൻഡിനെ വിളിക്കാനോടും. ഓ ഫോണും കേടായി. തന്റെ ഫോണെന്താ? എന്റെ ഫോണില്ല മാഡം. ഫോണില്ലേ? താൻ എവിടത്തെ MD ആണോ? ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വണ്ടിയിലാണ് മാഡം. തർക്കിച്ച് നിൽക്കാൻ സമയമില്ല. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമേ ഉള്ളൂ. എന്റെ ഭാര്യ 3 മാസം പ്രഗ്നന്റ് ആണ്. ഇതൊക്കെ നാട്ടുകാരൊന്ന് നാണക്കേടായ അവളെ വല്ല കടങ്ങുകയും ചെയ്യും മാഡം. ഇത് വലിയ പ്രശ്നമായല്ലോ. മാഡം എങ്ങനെയെങ്കിലും എന്റെ ആശുപത്രിയിൽ എത്തിച്ചാൽ മതി. ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. എന്താ? ஐயோ മാഡം എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യേ. ഞാനിപ്പോ മരിച്ചു. അതെ, കീടനാശിനി ഉള്ളിൽ പോയാലേ മഞ്ഞളും ഉപ്പും കഴിക്കുന്നത് നല്ലതാ. കീടനാശിനിയാണോ മാഡം ചോദിച്ചിരുന്നത്? അയ്യോ അന്യസ്ത്രീയുടെ ഫ്ലാറ്റിൽ കീടനാശിനി കഴിച്ച് മരിച്ചില്ലെങ്കിൽ എന്തൊരു നാളെക്കെട്ട മരണമായിരുന്നു. താനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മാഡം എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോ മരിച്ചു. എന്റെ മമ്മി ഞാനൊക്കെ വരുവാ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നമ്മൾ തമ്മിൽ വേറെ റിലേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് എന്റെ ഭാര്യ ഒന്ന് പറഞ്ഞു കൺവിൻസ് ചെയ്തേക്കണേ. മിണ്ടാതിരിക്കണോ? തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഞാൻ വേറെ തിരിച്ചു വരും. എന്നെ വേറെ ഇടാവത്തൊന്നും പെടുത്തിയേക്കരുത്. മാഡം എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇതിട്ടോ ഇല്ലേ പുറത്തിറങ്ങിയ ആൾക്കാർ തിരിച്ചറിയും. മാഡം ഒരു കൈ സഹായം. തനിക്ക് ഹോസ്പിറ്റലിൽ പോണോ? മര്യാദ കഴിച്ച് തന്നെ ഇടറോ. എവിടെന്നെങ്കിലും ഇച്ചിരി വിഷം കിട്ടിയതൊക്കെ ഈ കള്ളിലൊഴിച്ച് ആടിച്ച് ചത്തേക്കായിരുന്നു. അങ്ങനെയല്ല. നീ പോടാ മണ്ടാവണം.
സുന്ദർ സാറ് ഡയലോഗ് മാറ്റിയതാണ്. ഉണ്ടായിരിക്കണ്ട സാർ, കരച്ചിലല്ല ഹീറോയിസമാണ് വേണ്ടത്. ഓക്കെ. പോടാ എന്നെ വലിച്ച സ്ക്രിപ്റ്റ് സാർ വലിച്ചിട്ടില്ല. അതെ ഈ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് സൗകര്യമില്ല. എന്താ സാർ പ്രശ്നം? നമുക്ക് കഥ മാറ്റാം സാർ. എന്തേലും ഒരു ഉഗ്രം കഥയുണ്ട് പറയട്ടെ. ഇവന് മാറ്റാം സാറേ. ഞാനത് നേരത്തെ പറഞ്ഞു. ഇവൻ പണ്ടേ ഒരു കഥ ഇല്ലാത്തവൻ നല്ല പോലെ. അതെ, ഇവിടെ നിന്നോ, ഞാൻ പോയി ലിഫ്റ്റ് വിളിക്കട്ടെ. വിളിക്കുമ്പോ അങ്ങ് വന്നാ മതി. എന്നാ മൂഞ്ചില്ല. പിന്നെ ലിഫ്റ്റിൽ കയറുമ്പോ പരിചയമില്ലാത്ത പോലെ നിന്നോളാം. CCTV ഒക്കെ ഉള്ളതാ കേട്ടാ. കണ്ണ് തെരിയില്ല. ആ ലിഫ്റ്റിലെ ക്യാമറ ഏതാ? അതേതാ ടവർ? അത് ടവർ 2-ലെയാ. അവിടെ തിരിഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ രശ്മിതയല്ലേ? താൻ അതേ കാണത്തുള്ളൂ. എടോ ആ തിരിഞ്ഞിരിക്കുന്ന ആരാന്ന് ഞാൻ ചോദിച്ചത്. നേരത്തെ ഓടിപ്പോയ ആള് ഷർട്ട് ഇട്ടിട്ടായിരുന്നില്ല. ഇതായാളല്ല. ഒരു ഡ്രസ്സിലാണോ പ്രയാസം? ടെറസിൽ ഇഷ്ടം പോലെ അലക്കിട്ടിരിക്കല്ലേ? ആള് സെല്ലാൻ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. കൊച്ചി. അങ്ങോട്ട് പോകാൻ ചാൻസ് ഇല്ല. ലിഫ്റ്റിൽ ഒരാളുണ്ടായിരുന്നല്ലോ, അവനെങ്ങോട്ടാ പോയത്? അങ്ങോട്ടാ പോയത്. അപ്പൊ അപ്പുറത്തെ ടവറിലെ ഞാൻ പറഞ്ഞില്ല. ഫ്ലാറ്റിൽ കള്ളം കയറി അറിഞ്ഞായിരുന്നോ? അറിഞ്ഞായിരുന്നു. ഫ്ലാറ്റിന്റെ ഡോറൊന്നും തുറന്നിട്ടേച്ച് പോകണ്ട, ഒറ്റയ്ക്കല്ലേ ഉള്ളേ. ഓ ശരി. உயிரோட இருக்காரா செத்துட்டாரா தெரியல. സ്ട്രെച്ചർ എവിടെ? അയ്യോ എല്ലാം കൂടി നിർത്തിയോ? അതും മെഷീന്റെ കംപ്ലൈന്റ്. ആദ്യത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ ഇപ്പോ? വെറുതെ കൊച്ചി. ഒന്ന് വിളിക്കാം. എന്തോ നാറ്റം. എന്താ എന്ത് പറ്റി? അടിച്ച വാള സാറേ, നാറ്റം അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. നിങ്ങൾ അങ്ങോട്ടാ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല, വീട്ടിലേക്കാ സാർ. ഞാൻ കഴിച്ചിട്ടില്ല. ഇതാരാ? ഹസ്ബൻഡാ. ഞങ്ങൾക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു, പുള്ളി ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നോക്കിക്കേ. അതെ സർ, നിങ്ങൾക്ക് കാശുള്ള ആൾക്കാരല്ലേ, കൊള്ളാവുന്ന എന്തെങ്കിലും സാധനം വാങ്ങിച്ച് അടിച്ചൂടെ? ഇതൊരുമാതിരി കീടനാശിനിയുടെ നാറ്റം വരും. അതെ, എന്റെ വൈഫിനെ ഞാൻ ഒരു
പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏർപ്പാട് ചെയ്തിരുന്നു. അവനാ കുറച്ചുമ്പോ വിളിച്ചത്. താനെന്ത് വൃത്തികെട്ടവനാണോ? സ്വന്തം ഭാര്യ ഇത്രയ്ക്ക് വിശ്വാസം ഇല്ല. കുടിയിലെ ലാസ്റ്റ് വரைக்கும் ഓടിയിട്ട് എന്നിട്ട് പക്ഷേ അവളിപ്പോ ഒരു ഡെന്റിസ്റ്റിന്റെ ക്ലിനിക്കിലേക്ക് കയറി പോയിട്ട് മണിക്കൂർ 2 ഫോൺ സ്വിച്ച് ഓഫ്. വീട്ടിലെത്തിയിട്ടുമില്ല. അപ്പൊ റൂട്ട് കനാലിരിക്കുള്ളൂ. അതാണ് ഇത്ര ലേറ്റ് ആവണത്. ഇത് റൂട്ട് വേറെയാ. മറ്റേതാ പ്രേമം. ചേച്ചി അങ്ങനത്തെ ഒരാളൊന്നുമല്ല. അവളെന്നെ ചതിച്ചതാ. ഒരു സിനിമയില് 10 ഗുണ്ടകളെ ഒറ്റയടിക്ക് വീഴ്ത്തുന്നവനായി. ഇപ്പൊ ഇരുന്ന് വണ്ടി പോകുന്ന പോലെ വീഴുന്ന കണ്ടില്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം മാവേഷ സർ പറയണേ? തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നേരെ അങ്ങോട്ട് കേറി ചെന്നിട്ട് അവന്റെ പണി തീർത്ത. തനിക്ക് പറ്റില്ലെങ്കിൽ പറയണോ, ഞങ്ങൾ പോയിട്ട് വരാം. എനിക്കൊരു சூப்பர். விஜய் ஜோசப் வந்து பார்த்தீங்கன்னா, வெசங்கலந்த சரக்கு வந்து பார்த்தீங்கன்னா, அவரே எடுத்து குடிச்சிட்டு கடல் கடையில போய் வந்து படுத்துக்குவாரு. அவங்க வந்து பார்த்தீங்கன்னா, சரக்கு வந்து குடிக்கலான்னு சொல்லிட்டு பார்ப்பாங்க. அதுக்காட்டி வந்து பார்த்தீங்கன்னா, ஃபோன் கால் வந்து வந்துரும். அவங்க இது அஜு வர்கீஸ் வந்து கால் பண்ணியிருப்பாரு. என்ன அப்படின்னா, இது மாரி என் புருஷனை கொன்னுட்டேன். நானும் வந்து பார்த்தீங்கன்னா இருக்க மாட்டேன். அந்த விஷம் கலந்து நான் சரக்கு வச்சிருக்கேன். அதை குடிச்சு நான் சாவ போறேன்னு சொல்லும்போது, அப்பதான் அவருக்கு ஞாபகம் வரும். ஐயோ! அந்த சரக்கு வந்து நம்ம குடிச்சிருக்கோமே அப்படின்னு சொல்லிட்டு டக்கு டக்குன்னு கடல் கடையில இருந்து வெளியே வந்துருவாரு. அதுக்கப்புறம் வந்து பார்த்தீங்கன்னா, அவங்க கள்ளன்னு சொல்லிட்டு வந்து கத்துவாங்க. ஐயோ! கள்ளெல்லாம் இல்லை. நான் வந்து பார்த்தீங்கன்னா நான் சொல்லுவார், அந்த ஆஃபீஸ்லாம் நான் தான் வச்சிருக்கேன். இது வந்து பார்த்தீங்கன்னா என்னோட ஆஃபீஸ் அப்படிங்கிற மாதிரி சொல்லுவார். நீ நம்புங்க, விசிட்டி கார்டு வந்து பாருங்க அப்படின்னு பாருங்க. அதுக்கப்புறம் வந்து நீங்கள் வசம் கலந்த சரக்கு வந்து நான் வந்து குடிச்சிட்டேன், என்னை எப்படின்னா காப்பாற்றுங்க, ஹாஸ்பிட்டலுக்கு வந்து கூட்டு போகணும்னு வந்து சொல்லுவாங்க. அந்த சீன் வந்து நல்லா இருந்துச்சு. வாந்தி எடுத்து வந்து பார்த்தீங்கன்னா, அவங்க வந்து பார்த்தீங்கன்னா உப்பும் அந்த மஞ்சள் வந்து கலந்து கொடுத்தா வாந்தி நிறையா வந்துடும், அதில் வந்து விஷம் வந்து பார்த்தீங்கன்னா வந்துடும் அப்படின்னு சொல்லிட்டு அவங்களும் ஒரு ஐடியா. அதுக்கப்புறம் வந்து பார்த்தீங்கன்னா அதையும் வந்து குடிச்சிட்டு வந்து சரியாக வந்து கேட்டிருக்காரு. அவர் டிஷர்ட் வந்து எடுத்து கொடுத்துட்டு எப்படினாவது வந்து பார்த்தீங்கன்னா என்னை ஆஸ்பத்திரிக்கு வந்து கொண்டு போன்னு சொல்லியிருப்பாங்க. அந்த சீன் வந்து நல்லா இருக்கும். அந்த லிஃப்ட்ல வந்து பார்த்தீங்கன்னா வந்து கூட்டி போயிருப்பாங்க. வந்து போலீஸ் வந்து பார்த்தீங்கன்னா சூப்பராக வந்து தப்பிச்சிருப்பாங்க. இவங்க தான் வந்து பார்த்தீங்கன்னா என்னோட ஹஸ்பண்டு. என்ன சரக்கு வந்து, ஆமாம், சரக்கு வந்து ஓவராக வாட வருது, யார் குடிச்சிருக்கா? இல்லை, அவர் வந்து என் ஹஸ்பண்டு வந்து பார்ட்டியில் வந்து பார்த்தீங்கன்னா ஓவராக வந்து சரக்கு அடிச்சிட்டாங்க. சரி சரி வீட்டுக்கு கூட்டி போகிறேன் அப்படிங்கிற மாதிரி சொல்லிப்பாங்க. சரி சரி ரைட்டு போயிட்டு வாங்க அப்படிம்பாங்க. அதோட வந்து பார்த்தீங்கன்னா இவங்க வந்து பார்த்தீங்கன்னா கதை வந்து சொல்லிக்கிட்டே இருக்காங்க. சித்திக் சார் வந்து பார்த்தீங்கன்னா மனோஜ் சார்கிட்ட வந்து பார்த்தீங்கன்னா கதை சொல்லிக்கிட்டே இருக்காங்க. இன்னும் வந்து பார்த்தீங்கன்னா கேட்டுக்கிட்டே இருக்காங்க. அது அப்படியே வந்து பார்த்தீங்கன்னா ஒரு கதை வந்து போயிட்டு இருக்கு. இந்த சீன் வந்து பார்த்தீங்கன்னா அடுத்தடுத்து என்ன வரப்போகுதுன்னு சொல்லிட்டு தெரியல. ஓகே, இந்த வீடியோ வந்து கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சிருந்தா மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணிட்டு கண்டிப்பாக வந்து பார்த்தீங்கன்னா சப்ஸ்கிரைப் பண்ணால் பார்த்தீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இது போல் நல்ல வீடியோவில் நம்ம நெக்ஸ்ட் சந்திப்போம்.